മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ജാമ്യം. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 3 മാസം തികയാൻ 1 ദിവസം ശേഷിക്കെയാണ് ജാമ്യം അനുവദിച്ചത്. ആദർശ് തുളസീധരൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദർശ്, നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലം ജയിലിന് പുറത്തേക്ക് വരാൻ കെജ്രിവാളിന് സാധിച്ചിരുന്നുവെങ്കിലും ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. അഖില, ഡൽഹി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹി റോസ് അവന്യൂ കോടതിയെ കെജ്രിവാളിന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ തന്നെ ഇഡിയുടെ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പാണ് ഉണ്ടായത് കെജ്രിവാളിന് ജാമ്യം നൽകുന്നതിന്. എന്തായാലും ഇപ്പോൾ ഡൽഹി റോസ് അവന്യൂ കോടതി ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. അറസ്റ്റിലായി 3 മാസം തികയാൻ 1 ദിവസം ശേഷിക്കെയാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവയ്ക്കണം എന്നുള്ളതടക്കമാണ് ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഈ ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു. എന്നാൽ കോടതി ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. മാർച്ചിലാണ് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ സൂത്രധാരനായി അവർ അരവിന്ദ് കെജ്രിവാളിനെയാണ് കണക്കാക്കിയിരുന്നത്. അവർ പലപ്പോഴും കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ അവർ നൽകിയ എല്ലാ രേഖകളിലും ഈ മദ്യനയ അഴിമതി കേസിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് ഡൽഹി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനും ആം ആദ്മി പാർട്ടിക്കും ഒക്കെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യ ഹർജിയെ എതിർത്തത്. ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാണ് ഇഡി ആവശ്യപ്പെട്ടത്. എന്നാൽ തികച്ചും അസാധാരണമായ ഒരു നടപടിയിലൂടെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ആ ഇടക്കാല ജാമ്യം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം ഈ നേരത്തെ തന്നെ ജാമ്യ ഹർജികൾ നൽകിയിരുന്നു. അത് ഡൽഹി ഹൈക്കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചിരുന്നു, സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ ആ കോടതികളിൽ നിന്നൊക്കെയുള്ള ഈ ഒരു നിലപാടിന്റെ ഭാഗമായി വീണ്ടും വിചാരണ കോടതിയെ ജാമ്യത്തിനായി സമീപിക്കുകയായിരുന്നു. ഇങ്ങനെ റോസ് അവന്യൂ കോടതി പരിഗണിച്ച ഈ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇന്നോ നാളെയോ പുറത്തിറങ്ങുന്നതിനാണ് സാധ്യത. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ സമയം വൈകുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നാളെ ആയിരിക്കും തീഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവ്. അഖില.